ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അത് മുഴുവൻ വീണ്ടും വായിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, ആരാധനാ സമൂഹമായി നിന്റെ ജീവന്റെ സിംഹാസനമാകുന്ന വിശുദ്ധ മേശയുടെ അരികിലേക്ക് എത്തുവാൻ ഇന്ന് നീ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നിലനിർത്തുന്നതിനായി നന്ദി കരേറ്റുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിശുദ്ധ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിലെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. നിന്റെ മക്കൾക്ക് ആവശ്യമായ ദൂത് നൽകുവാൻ തക്കവണ്ണം നിന്റെ വാക്കുകൾ എൻ്റെ നാവിൽ നൽകണമേ. കൃപയോടെ ഞങ്ങളെല്ലാവരെയും ഒരുപോലെ നിന്റെ ആത്മാവിൽ നിർത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. അവൻ വന്നു, അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അങ്ങനെ തന്നെ മീനും അവർക്ക് നൽകി. കർത്താവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം മൂന്നാമത് ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രത്യക്ഷതയാണ് ഇന്ന് എവങ്കേലിയോൻ ഭാഗമായി വായിച്ച യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തു ഉയിർത്തെഴുന്നേറ്റതിനു ശേഷം 4ാമത്തെ പ്രത്യക്ഷതയാണ് ഇന്ന് വായിച്ചത്. 20-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള 3 പ്രത്യക്ഷതകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒന്ന്, മഗ്ദലേന മറിയയ്ക്ക് നൽകുന്ന ഉയിർത്തെഴുന്നേറ്റ കർത്താവിന്റെ പ്രത്യക്ഷത. 2, അതേ ദിവസം തന്നെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. അവരെ നിയോഗിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു. അവരുടെ മേൽ ഊതി. മൂന്നാമത് യേശു ആ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ തോമസ് അവരോട് കൂടെ ഇല്ലായിരുന്നു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ അതേ സ്ഥലത്ത് തന്നെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. 11 പേരുമുണ്ട്. അവിടെ യേശു പ്രത്യക്ഷനാകുകയാണ്. ഒരുവന് വേണ്ടി മാത്രം യേശു വരികയാണ്. ആ കൂട്ടത്തിൽ വന്നിട്ട് തോമസെ എന്ന് പേർ ചൊല്ലി അവനെ വിളിച്ചു. നിന്റെ കൈ നീട്ടി എൻ്റെ കൈകളെ കാണുക എന്നാ പറഞ്ഞത്. തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞത്, അവന്റെ കയ്യിലെ ആണിപ്പഴുത് ഞാൻ കാണുകയും ആ ആണിപ്പഴുതിൽ എൻ്റെ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് എൻ്റെ കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് സഹശിഷ്യന്മാരോടാണ് പറഞ്ഞത്. എന്നാൽ കേട്ടത് യേശുവാണ്. ആ സാന്നിധ്യം അത് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം.
അവിടെ മൂന്നാമത് പ്രത്യക്ഷനാകുമ്പോൾ യേശു തോമസിനെ മാത്രം വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിന്റെ കൈ നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ എൻ്റെ വിലാപ്പുറത്തിടുക. നിനക്ക് വേണ്ടി വീണ്ടും വീണ്ടും വേദന അനുഭവിക്കുവാൻ ഞാൻ തയ്യാറാണ്. അവിടെയാണ് തോമസ് വിശ്വാസത്തിൽ യഥാസ്ഥാനപ്പെടുന്നത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കീഴടങ്ങലായിരുന്നു, ഒരു വലിയ സമർപ്പണമായിരുന്നു. അതിനുശേഷം യേശു പ്രത്യക്ഷനാകുന്നത് തിബെരിയാസ് കടൽ തീരത്താണ്. അതാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം. മനസ്സിലാക്കുക, ശിഷ്യന്മാർ 7 പേരടങ്ങുന്ന സംഘമാണ്. 12 പേരടങ്ങുന്ന ആ സംഘത്തിൽ ഇപ്പോൾ യൂദ ഇല്ല. 11 പേർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അതിൽ 7 പേർ പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ മറ്റുള്ളവരും ചേരുകയാണ് അവനോടൊപ്പം. അവിടെ നമുക്ക് ചിന്തിപ്പാനായിട്ട് ലഭിക്കുന്ന ഒരു ചിന്ത ഇതാണ്: ഈവൻ when we are in the hands of God, there is a possibility of deviating from the very purpose of our calling and the very purpose, the divine purpose and its intention. അതാണ് അവിടെ സംഭവിക്കുന്നത്. 2 വട്ടം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കണ്ടവരാണ് ഈ 7 പേരും. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ 7 പേരും അവരുടെ ജീവിതത്തിന്റെ ക്രൈസിസുകളായിരിക്കാം. ഭാവിയെ ഓർക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് അവർക്കുത്തരം കണ്ടെത്തുവാൻ കഴിയാതെ വരുമ്പോൾ അവർ സ്വയമായി തീരുമാനമെടുക്കുന്ന സാഹചര്യങ്ങളാണ്. അവരുടെ ജീവിതത്തിന്റെ നിരാശകളായിരിക്കാം, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയ ജീവിതത്തിന്റെ അനുഭവങ്ങളായിരിക്കാം. ക്രിസ്തുവിനെ കൂടാതെ അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, even when we are in the hands of God, there is a possibility of deviating from the very purpose of our calling. അത് തന്നെയാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെരമ്യാവിനെ പറഞ്ഞയക്കുന്നത് ഒരു കുശവന്റെ ആലയത്തിലേക്കാണ്. അവൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച, കുശവൻ തൻ്റെ ആ ആലയിൽ ചക്രത്തിൽ മണ്ണ് കുഴച്ച് ആ ചക്രത്തിൽ വെച്ച് പുതിയ പാത്രങ്ങളെ രൂപപ്പെടുത്തുന്ന അനുഭവമാണ്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: കുശവൻ ആ കളിമണ്ണ് കൊണ്ട് ചക്രത്തിൽ വെച്ച് പാത്രമുണ്ടാക്കിയപ്പോൾ ആ കുശവന്റെ കയ്യിൽ ഇരുന്ന് തന്നെ ആ മൺപാത്രം ഉടഞ്ഞു പോവുകയാണ്. പക്ഷേ ആ കുശവൻ ആ മൺപാത്രത്തെ, ആ ഉടഞ്ഞുപോയ മൺപാത്രത്തെ വലിച്ചെറിയുന്നില്ല. വീണ്ടും കുശവന്റെ മനസ്സിന് ബോധിച്ചതുപോലെ അതിനെ വീണ്ടും ആ ചക്രത്തിലേക്ക് വെച്ച് പുതിയ പാത്രമാക്കി രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ആ കുശവന്റെ
ആ പ്രവർത്തനം തന്നെയാണ് ദൈവവും നമ്മളോടൊക്കെ വളരെ ദീർഘക്ഷമയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഉടഞ്ഞു പോകുന്ന പാത്രമായിരിക്കാം നമ്മുടെ ജീവിതമൊക്കെ, എന്നാൽ അവൻ അത് വലിച്ചെറിയുന്നില്ല. വലിച്ചെറിയാത്തത് കൊണ്ട് നാം ഇന്ന് ഇത്രത്തോളം നന്മകളാൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നു. രണ്ടാമത്തെ ചിന്തയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ചിത്രം, രാത്രി മുഴുവൻ അവർ കഠിനമായി അധ്വാനിച്ചു. 7 ശിഷ്യന്മാരുമുണ്ട്. യേശുക്രിസ്തുവിന്റെ ആ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ പത്രോസിനെ, അന്ത്രയോസിനെ വിളിക്കുന്ന വിളിയുടെ അനുഭവമുണ്ട്. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് അവരെ വിളിക്കുന്നത്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വിളിച്ചത്. ഉടൻ തന്നെ അവർ ആ വല വിട്ട് യേശുവിനെ അനുഗമിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അവർ ആ വള്ളത്തിലേക്കും ആ വലയിലേക്കും ആ വെള്ളത്തിലേക്കുമാണ് തിരികെ പോകുന്നത്. ഗലീലയിലെ ആ കടൽ തീരം അത് തിബരിയാസ് എന്ന നാമത്തിലും അറിയപ്പെടുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ശിഷ്യന്മാർ 7 പേരും രാത്രി കഠിനമായി അധ്വാനിച്ചു. അവരെല്ലാവരും, ആ 7 പേരും നല്ലതുപോലെ മത്സ്യബന്ധനത്തിന്റെ ടെക്നോളജി അറിയാവുന്നവരാണ്. They were well expertised in catching the fish. വളരെ എക്സ്പെർട്ടൈസ്ഡ് ആണ്. എവിടെ മീൻ കിട്ടും എന്നുള്ളത് അവർക്കറിയാം. അവിടെയൊക്കെ അവർ ആ രാത്രിയിൽ വല വീശിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടാതെ തിരികെ വരുന്ന കാഴ്ചയാണ്, പുലർച്ചെ തിരികെ വരുന്ന കാഴ്ചയാണ്. യേശു ആ കടൽക്കരയിൽ നിൽക്കുകയാണ്. യേശു ആ കടൽക്കരയിൽ നിൽക്കുമ്പോൾ അവർ തിരികെ വരുന്ന ആ സാഹചര്യത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്നുള്ള വാക്കാണ് അവരിൽ നിന്നും പുറപ്പെടുന്നത്. നിരാശയുടെ അനുഭവത്തിൽ നിന്ന് വീണ്ടും വീണ്ടും നിരാശയുടെ അനുഭവത്തിലേക്ക് വഴുതി മാറുന്ന ജീവിത അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നത്തിങ്, നത്തിങ്. ഈ ഒരു അനുഭവമാണ് ശിഷ്യന്മാർക്ക് പറയുവാനായിട്ടുള്ളത്. കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ വീണ്ടും ജീവിതം ബലശൂന്യമായി പോകുന്ന ഒരു അനുഭവത്തിന്റെ മുഖചിത്രമാണ് ഈ അനുഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന്. അവർ പറയുന്നു, നത്തിങ്, ഒന്നും ഇല്ല. പ്രിയ ദൈവമക്കളെ, ഈ ഒരു അനുഭവത്തോടു കൂടിയാണ് നമ്മളും ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. ഓ ലോർഡ്, ഐ ആം നത്തിങ് ബിഫോർ യു. നിന്റെ സന്നിധിയിൽ ഞാൻ ഒന്നുമില്ല. എന്റെ ബുദ്ധിയോ എന്റെ ജ്ഞാനമോ എന്റെ ശക്തിയോ
ഒന്നുമല്ല എന്നെ ഈ ലോകത്തിൽ നിലനിർത്തുന്നത്, നീ മാത്രമാണ്. നിന്റെ കരുതലാണ്, നിന്റെ പ്രൊട്ടക്ഷനാണ്. അതാണ് ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു നൽകുന്നത്. ഇൻ ദി നത്തിങ്നെസ് ഓഫ് അവർ ലൈഫ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ready to preserve our life. Jesus Christ is ready to protect our life. അതുകൊണ്ടാണ് യേശു അവരോട് പറയുന്നത്, നിങ്ങൾ പടകിന്റെ വലതുവശത്തേക്ക് വീശുക. നിങ്ങളുടെ ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളെ പ്രിസർവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുവാൻ ഞാൻ നല്ലവനാണ്. ആ ഒരു ചിന്തയിലേക്ക് നാം പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിന്റെ ബലശൂന്യതകൾ, ഇൻ ദ ഫ്രൂട്ട്ലെസ് എക്സ്പീരിയൻസ് ഓഫ് അവർ ലൈഫ്, we should understand that Christ is there to protect my life. Christ is there to preserve my life. And Christ is there to provide what is needed for my life. അതാണ് യേശു അവിടെ ചെയ്യുന്നത്. നിങ്ങൾ പടകിന്റെ വലതുവശത്തേക്ക് വീശുക. എന്ത് നല്ല ഒരനുഭവമാണത് അവർക്ക് ലഭിച്ചത്. യേശു ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നത്. അവിടെ ആ കടൽക്കരയിൽ നിൽക്കുന്ന ഒരു അപരിചിതനായ മനുഷ്യൻ എന്ന ഒരു സ്ഥാനം മാത്രമേ അപ്പോൾ ഈ ശിഷ്യന്മാർക്കുള്ളൂ. എന്നാൽ ആ അപരിചിതനായ മനുഷ്യൻ പറയുന്നത് പോലും അനുസരിപ്പാൻ തക്കവണ്ണം തയ്യാറാകുന്ന ഒരു ജീവിത സാഹചര്യമാണപ്പോൾ. അത്രയധികം അവ നിരാശയുടെ അനുഭവത്തിലേക്കാണ് വീഴുന്നത്. ഒരു അപരിചിതനായ മനുഷ്യൻ പറയുന്നത്, ഞങ്ങൾ എന്തിന് കേൾക്കണം? ഞങ്ങൾക്കറിയാത്ത മത്സ്യബന്ധനമാണോ ഈ ഗലീല കടലിലുള്ളത് എന്നൊക്കെ അവരുടെ മനസ്സിൽ ചിന്തിക്കാം. എന്നാൽ അവിടെ ആ അപരിചിതനായ മനുഷ്യൻ പറയുന്നത് അവർ കേൾക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവർ നിരാശയുടെ പടുകുഴിയിലാണ്. ആ ഒരു അനുഭവത്തിന്റെ ആ ഒരു പ്രതികരണമാണ് അവർ പടകിന്റെ വലതുവശത്തേക്ക് വല വീശി. പെരുത്ത മീൻകൂട്ടം അവരുടെ വലയിൽ അകപ്പെട്ടു. മൂന്നാമത് എനിക്ക് ഇവിടെ നൽകുവാനുള്ള ചിന്ത ഇതാണ്. ഇൻ ദ ഫ്രൂട്ട്ലെസ് എക്സ്പീരിയൻസ് ഓഫ് അവർ ലൈഫ്, Christ is there to give new possibilities and new opportunities in the same circumstances and in the same situation. വേറെ സാഹചര്യത്തിലല്ല, അതേ സാഹചര്യത്തിൽ തന്നെ ക്രിസ്തു പുതിയ സാധ്യതകളെ നൽകുന്നവനാണ്. In the same situations and in the same circumstances. അവിടെയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പുതിയ സാധ്യതകളെ നൽകുന്നത്. നമ്മുടെ ജീവിതം എത്രയധികം നിരാശയുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകട്ടെ, whatever may be the frustrations and disappointments and the failures which I experience, which we experience, Christ is there to give a solution. Christ is there to resolve that problems.
അതാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഒന്നാം പാഠം വായിച്ച ആ വേദഭാഗത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 19-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏലിയാവ് പ്രവാചക ഗണത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ, എന്തെല്ലാം അനുഭവങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ അദ്ദേഹം അനുഭവിച്ചു. രാജ്യം മുഴുവൻ വരൾച്ചയുടെ അനുഭവത്തിലേക്കും ക്ഷാമത്തിലേക്കും പോയപ്പോൾ കേരി തോട്ടിനരികെ അപ്പവും ഇറച്ചിയും നല്ല ജലവും ലഭ്യമായ ഏലിയാവ് ദൈവത്തിന്റെ കരങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഭവിച്ചറിഞ്ഞവനാണ്. കേരി തോട്ടിൽ മാത്രമല്ല, സേരെഫത്തിലെ വിധവയുടെ ഭവനത്തിലും അത് അനുഭവിച്ചറിഞ്ഞില്ലേ? വീണ്ടും കർമ്മേൽ പർവ്വതത്തിലും അത് അനുഭവിച്ചറിഞ്ഞില്ലേ? ഏറ്റവും വിജയശ്രാളിതനായി നിൽക്കുന്ന നിമിഷമാണ് കർമ്മേൽ പർവ്വതം. ബാൽ പ്രവാചകന്മാരെയും അശോര പ്രവാചകന്മാരെയും ഒക്കെ തകർത്തു കളയുന്ന ആ നിമിഷങ്ങൾ. യഹോവയ്ക്ക് വേണ്ടി ഒരാൾ മാത്രമേയുള്ളൂ, ഏലിയാവ്. പക്ഷേ ആഹാബ് രാജാവിന്റെ പത്നി ഇസബെല്ല ആളയച്ച് ഏലിയാവിനോട് പറയുന്നു, നാളെ ഈ നേരമാകുമ്പോൾ പട്ടുപോയ ബാൽപ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഞാൻ നിന്നെ ആക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ കർമ്മേൽ പർവ്വതത്തിൽ വിജയശ്രാളിതനായി നിൽക്കേണ്ട ഏലിയാവ് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഒരു ബാല്യക്കാരനുമുണ്ട്, ശൂർ മരുഭൂമി. ബാല്യക്കാരനെ ഒരു സ്ഥലത്ത് നിർത്തിയതിന് ശേഷം വീണ്ടും ഒരു ദിവസത്തെ വഴി അവൻ നടന്നു. അത്രയധികം ക്ഷീണിച്ചിട്ടുണ്ട്. അത് ശരീരത്തിനല്ല, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ക്ഷീണം തട്ടിയിട്ടുണ്ട്. He was very much frustrated and disappointed by the words of Isabella. അതുകൊണ്ടാണ് ആ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് അവൻ മരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അവൻ പറഞ്ഞ വാക്കിതാണ്, "O Lord, you take away my life. I am not better than my ancestors." നീ എന്റെ ജീവനെ എടുത്തുകൊള്ളണം, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. കണ്ടോ സാഹചര്യം കൊണ്ടു ചെന്നെത്തിച്ചത്? ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചവൻ. A person who experienced the power of the Almighty God. A person who experienced the lovely fellowship of the Almighty God. A person who experienced the security of the Almighty God become insecure, become powerless. അവൻ മരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആ ഏലിയാവിനെ അവിടെ വിടാതെ ദൈവത്തിന്റെ ദൂതനെ വിട്ട് വീണ്ടും വീണ്ടും തട്ടി ഉണർത്തി. അവന്റെ ശരീര ക്ഷീണത്തിന് ആവശ്യമായത് കനലിൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും അവന് ലഭ്യമാകുകയാണ്. എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു, തിന്നു, കുടിച്ചു, വീണ്ടും കിടന്നുറങ്ങി. Our Lord is a Lord of second touch too. ഒന്നാമത്തെ സ്പർശനത്തിൽ അവന് ഒരു ധൈര്യം സംരംഭിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും ഒന്നുകൂടി അവനെ സ്പർശിക്കുകയാണ്. അവൻ എഴുന്നേറ്റു, തിന്നു, കുടിച്ചു. ആ ദൈവത്തിന്റെ ദൂതൻ അവനോട് പറഞ്ഞു, നിനക്ക് അനേക ദൂരം സഞ്ചരിക്കുവാനുണ്ട്. ഇവിടെ കിടന്ന് മരിപ്പാനുള്ളവനല്ല, നിനക്ക് അനേക ദൂരം സഞ്ചരിപ്പാനുണ്ട്. നീ രാജാക്കന്മാരെയും പ്രവാചകനെയും അഭിഷേകം ചെയ്യേണ്ടവനാണ്.
ഹസായേലിനെ ആരാമിന് രാജാവായി വാഴിക്കണം. യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി വാഴിക്കണം. എലീശായെ നിനക്ക് പകരം പ്രവാചകനായി നിയോഗിക്കണം. These are the responsibilities entrusted in you. ഇവിടെ കിടന്ന് മരിക്കുവാനുള്ളവനല്ല നീ. ലഭിച്ച സാഹചര്യം, ആ സാഹചര്യത്തെ പുതുക്കുകയാണ്. Giving a new direction in the life of the prophet Elijah. അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം. In our nothingness, Jesus is ready to protect us, to provide us, to preserve us. And he is giving new opportunities and new possibilities in our life when there is nothing before us. ഏറ്റവും അവസാനമായി ഈ ഭാഗത്ത് നിന്ന് ദർശിപ്പാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലാക്കണം, ഈ ശിഷ്യന്മാർ പെസഹായുടെ ദിനത്തിൽ ഒരുമിച്ചിരുന്ന് പെസഹ ആചരിച്ചതാണ്. അത് കണ്ടതാണ്. അതനുഭവിച്ചവരാണ്. ഇന്ന് ഇപ്പോൾ അതിൽ നിന്നെല്ലാം അകന്ന് നിരാശയുടെ അനുഭവത്തിൽ ആരും ഞങ്ങളെ സഹായിക്കാനില്ല എന്നുള്ളൊരു തോന്നലിൽ സ്വന്തം തീരുമാനപ്രകാരം അവർ ഈ ഒരു പരാജയത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോയത്. എന്നാൽ ഇപ്പോൾ അവർ തിരികെ എത്തുമ്പോൾ, കടൽക്കരയിലേക്ക് തിരികെ എത്തുമ്പോൾ അവർ കണ്ട കാഴ്ച ആ പെസഹായുടെ മറ്റൊരനുഭവമാണ്. തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ക്ഷീണിച്ച്, വളരെയധികം ശാരീരികമായി ക്ഷീണിച്ചവർ തിരികെ വരുമ്പോൾ അവർക്ക് വേണ്ട ഊർജം പകർന്നു കൊടുക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. അവർക്ക് നൽകുന്ന ശക്തിയാണ്, ബലമാണ്. യു ആർ മൈ പൊസഷൻ ആൻഡ് ഐ വിൽ നോട്ട് ലീവ് യു അലോൺ. അതാണല്ലോ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുന്ന വലിയ പ്രോമിസ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 18-19 വാക്യങ്ങൾ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഓർഫൻസ്. ഐ വിൽ കം അൺടു യു ആൻഡ് യു ലീവ് ബിക്കോസ് ഐ ലിവത്ത്. ഈ ഒരു പ്രോമിസാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു പുലർച്ചെ ആ കടൽക്കരയിലെത്തിയത്. ഈ കടൽക്കരയെ കുറിച്ച് തന്നെയാണ് യേശു മഗ്ദലന മറിയയോടും പറയുന്നത്, നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയണം, നിങ്ങൾക്ക് മുമ്പേ ഗലീലയിൽ ഞാൻ എത്തും. ആ ഗലീലയിലെ കടൽ തീരത്ത് യേശു എത്തിക്കഴിഞ്ഞു. എവിടെയാണ്? പരാജിതരായ ശിഷ്യന്മാരുടെ മുൻപിൽ. എന്തിനു വേണ്ടി? യു ആർ മൈ പൊസഷൻ. നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയത്, ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഓർഫൻസ്. ഐ വിൽ കം അൺടു യു. യു ലീവ് ബിക്കോസ് ഐ ലിവത്ത്. ഈ ഒരു വലിയ അനുഭവമാണ്. പ്രിയ ദൈവജനമേ, ഇന്ന് ക്രിസ്തു ഇവിടെ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. യു ആർ മൈ പൊസഷൻ. നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. ജീവിതത്തിൻ്റെ ദുർഘട അനുഭവങ്ങളിൽ, നിരാശകളിൽ, പ്രയാസങ്ങളിൽ, രോഗാനുഭവങ്ങളിൽ
നിന്ദനങ്ങളിൽ, പരിഹാസങ്ങളിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ഒരു വലിയ അനുഭവത്തിലേക്കാണ് ശിഷ്യന്മാരെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാർ തിരികെ വരുമ്പോൾ ആ പെസഹായുടെ ഒരു ഓർമ്മ വീണ്ടും അവിടെ നടത്തുകയാണ്. അവൻ അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അവര് വന്ന് എടുക്കുകയല്ല, അവൻ അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അങ്ങനെ തന്നെ മീനും. This is the personal touch. Jesus Christ is ready to involve in our life, and we should submit our life unto Christ. നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈ ധന്യമായ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മളെ ഓരോ ദിനങ്ങളിലും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നൽകിയ നിന്റെ നല്ല സാന്നിധ്യത്തിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. നിന്റെ വകയാകുന്നു ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ സ്വന്തമാക്കി തീർക്കുവാൻ കാൽവറിയിൽ അവസാന തുള്ളി രക്തം പോലും ചിന്തിയവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഞങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു. ദൈവമേ, ഞങ്ങളെപ്പോഴും നിന്നോട് കൂടെ അനുസരണമുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. നിന്റെ കൃപ കണ്ടെത്തുവാൻ നിരന്തരമായി ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ബലം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സൗഖ്യം, നിന്റെ ധൈര്യം, നിന്റെ പ്രത്യാശ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിന്റെ തിരുശരീരവും നിന്റെ തിരു രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവമേ, അവിടെ നീയുമായുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലേക്കാണല്ലോ ഞങ്ങൾ പ്രവേശിക്കുന്നത്. നീ അതാണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. ദൈവമേ, ആ പുതിയ അനുഭവത്തിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പാൻ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ജീവിതത്തിലെ കുറവുകൾ, വീഴ്ചകൾ, താഴ്ചകൾ, ബലഹീനതകൾ എല്ലാം നീ കാണുന്നവനാണ്. നിന്റെ സന്നിധിയിൽ ഞാൻ സകലതും ഏറ്റുപറയുന്നു.